ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വളപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വളപ്പിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് നേരമൊക്കെ ജാതിക്കൊക്കെ പറക്കിയെടുത്തു. അപ്പോൾ പറക്കിയെടുത്തതിൻ്റേതായ ഓരോ എനർജി പോയില്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്തോ ചൂട്. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ചൂടിന് ഒരു കുറവുമില്ല. കുറച്ച് വിത്തുകളൊക്കെ പാകാൻ്റെ, അപ്പം അതൊക്കെ പാകാം. ഇപ്പോൾ ഇതുപോലെ ഭൂമി തണുത്ത് കിടക്കുകയാണല്ലോ, അപ്പോൾ അതെല്ലാം പാകണം എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ പാവി, കുറച്ച് പയർ വിത്തുണ്ടായിരുന്നു, അപ്പം അത് കുറച്ച് പാവിയിട്ടുണ്ട്. പിന്നെ വേറെന്താ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു വട്ടം കൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയട്ടെ, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ആർക്കും ഒന്നും തോന്നരുതേ. വിശേഷങ്ങൾ ഓരോന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് വിശേഷങ്ങൾ. ഇത് വള്ളിപ്പാലാണ്. വള്ളിപ്പാൽ എന്ന് വെച്ചാൽ അറിയാം, റബ്ബർ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കറ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഉറച്ചിരിക്കുന്നത് വലിച്ചെടുക്കുന്നതാണ് ഇത് വള്ളിപ്പാൽ. പിന്നെ ഇഞ്ചി കുറച്ച് നടാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കരിയില തൂത്തുകൂട്ടാനുണ്ട്. കണ്ടോ കരിയില? ഇന്നാളേ ഞാൻ ദേ ഇവിടെ നിൽക്കുകയാണ്. മൊബൈലൊന്നും ഓണാവില്ലായിരുന്നു. എപ്പോഴും മൊബൈൽ ഓണാക്കി വെക്കാനും പറ്റില്ലല്ലോ, ചൂട് പിടിക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൊബൈലൊന്നും ഓണാക്കി വെച്ചായിരുന്നില്ല കേട്ടോ. എന്തോ ശീഘ്രമില്ലാറ്റത്ത് നിന്നിങ്ങനെ വന്നാണ്ട് ഞാൻ നോക്കി കഴിയുമ്പോൾ അത് വഴി മാറി പോകുന്നുണ്ടോ. ഞാൻ വിചാരിച്ചേ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവിടെ കിടന്ന ഒരു 5-6 ചാട്ടമൊക്കെ ചാടി അയ്യോ എന്നും പറഞ്ഞിട്ടത് വിളിച്ചു. സംഭവം എന്നിട്ടാന്ന് വെച്ചാൽ എന്നെ കണ്ട് പാമ്പ് പേടിച്ചു പോയിന്നേ. അത് വന്നത് എൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഒളിക്കാനോ നൈറ്റിയുടെ ഉള്ളിൽ ഒളിക്കാനോ മറ്റോ ആയിരുന്നു അത് വന്നത്. എൻ്റെ ചാട്ടം കണ്ടോടുകൂടി അതിനേത് വഴി മാറണമെന്നുള്ളത് അറിയില്ല. അതും കിടന്ന വെപ്രാളം കൊണ്ട് പിന്നെ ഒരു പ്രകാരം ഞാൻ കിടന്ന് കിടുകിടൂന്ന് ഇച്ചിരിക്കലും അയ്യോ എന്നുള്ള ഒച്ച അത് കേട്ട് അങ്കിള് ഓടി വന്നു. അമ്മയിൽ നിന്ന് പാമ്പങ്ങ് പോവുകയാണ് അങ്ങോട്ട്. കണ്ടോ, വലിയ പരിചരണമൊന്നും ഇല്ല കേട്ടോ. പിടിന്ന് ഇത് ഉണ്ടായി കിട്ടും. ഇത് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 3-4 ദിവസം കൊണ്ട് ഇത് പാകമായി കിട്ടും. ഇതിന് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇറച്ചി കഴുകണ വെള്ളവും മീൻ കഴുകണ വെള്ളവും അട തൊടിയിക്കാതെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടാവശ്യത്തിന്, ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിന് തന്നെയല്ല കേട്ടോ, ഞങ്ങൾക്ക് വിൽക്കാനുള്ളതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളും. കാരണം ഇത് മരുന്നൊന്നും അടിക്കാതെ ആണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളോട് പലരും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ചിലവായി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് അത്ര ഇഷ്ടപ്പെടില്ല. 2-3 പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യം വരുമ്പോൾ അവർക്ക് വിളിക്കും, അവരത് വന്ന് കൊണ്ടുപോയിക്കോളും. ഇതൊക്കെ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ്. അവരൊക്കെ അങ്ങോട്ട് ആർത്ത് പിടിച്ച് വരുന്നുണ്ട്. മഴ ഉണ്ടായില്ലല്ലോ ഇതിനു മുമ്പ്.
പിന്നെ ഇതിനൊക്കെ വളം ഇടേണ്ട സമയം കഴിഞ്ഞിട്ടോ. അത് ഈ ആഴ്ചയിൽ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ പോവാം. വഴുതന. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ കുറേ പറിച്ച് നടാനുണ്ട് വഴുതന. അതൊക്കെ ഇനി എവിടെ നടും, ഇങ്ങനെ നടും എന്നുള്ള ചിന്തയിൽ ഞാനങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അത് വീട്ടിൽ പാവി പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കണതാണേ. ബിരിയാണി കൈതാ ഞാൻ മൊബൈൽ ഓഫാക്കിയിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ എന്തുവാ, പയർ വിത്ത് കണ്ടോ, പാണ്ടം പയറാണ് ഇത്. അപ്പോൾ ഇതൊന്നും നടണമെന്നുണ്ട്. വെയിലുള്ളിടത്ത് നട്ടാലേ കാര്യമുള്ളൂ. കട്ട് ചെയ്ത് കളഞ്ഞോളാം. അറിയോ, വെള്ളം ഒഴിക്കാനാണെങ്കിൽ കഞ്ഞി കുടിക്കാണ്. നല്ല എരിവുമുളകാ. ചേട്ടൻ്റെ ചട്ടി ഒന്നാ കാട്ടിക്കൊടുത്തേട്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൺപാത്രമാണ് ഇഷ്ടം കൂടുതൽ. കാരണം ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം മൺപാത്രമാണ്. അപ്പോൾ ഞങ്ങളോട് ഇത് കഴിക്കാനായിട്ട് പലരും പറയുന്നുണ്ട്, ആ ചട്ടി ഒന്ന് മാറ്റി പിടിക്ക്, പ്ലേറ്റും ഗ്ലാസും ആക്കാൻ. ഇപ്പോൾ എല്ലാവരും മൺപാത്രത്തിലേക്ക് തിരിഞ്ഞുട്ടോ. നിങ്ങൾ ഓർത്തോ, ഇപ്പം എല്ലാവരും ആരോഗ്യക്കേട് മനസ്സിലാക്കിയ മൺപാത്രത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് കറി. പക്ഷേ അതൊരു നല്ല നാട്ടുകറിയാണ് കേട്ടോ. അതിൽ ഞങ്ങൾ ഇത്തിരി വ്യത്യാസം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഇത് വയ്ക്കുമ്പോൾ തേങ്ങ പോലും അരയ്ക്കില്ല. കാരണം അന്നത്തെ കാലം അങ്ങനെയാണ്. തേങ്ങയും തെങ്ങും ഉള്ള വീടൊന്നും ഇല്ല. പിന്നെയാണ് ഒരു കാലത്ത് പെട്ടെന്ന് തെങ്ങൊക്കെ വെച്ച ആൾക്കാർക്ക് തേങ്ങയൊക്കെ ആയി തുടങ്ങിയത്. അപ്പം തേങ്ങ ഒന്നും അരക്കില്ല എങ്കിലും ആ കറിയുടെ രുചി ഇപ്പോഴും മാവിലുണ്ട്. ഇപ്പോൾ എന്ത് കഴിച്ചിട്ടും ഒരു രസമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ, ചെമ്മീൻ്റെ തല കിള്ളി മാറ്റിയിട്ട് അത് വെറുതെ ഒന്ന് കാച്ചി, ചെറിയ പൊടിച്ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കയറിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ചെറുതായിട്ട് കാച്ചിയെടുത്തു. പാകം മൂപ്പെത്തിയ ചക്കക്കുരു ഉണ്ട്, അതുകൊണ്ട് ഈ ചക്കക്കുരു പെട്ടെന്ന് വെന്തു. അങ്ങനെ ഞങ്ങൾ ചക്കക്കുരു ഒരു വിസിലടിപ്പിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി മൺകലത്തിലിട്ട് ശരിയാക്കി എടുത്തത്. അപ്പോൾ ചക്കക്കുരു വെന്തതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഉപ്പ് ചേർത്താണ് ചക്കക്കുരു വെച്ചേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പോരായ ഇത്തിരിച്ച് ഒക്കെ ചേർത്തു. പിന്നെ ഈ ചെമ്മീൻ കഴുകി അതിനകത്തിട്ടു. ഞാൻ വറുത്തതിന് ശേഷമാണ് കഴുകിയത്. അപ്പോൾ അത് ഇട്ടു. പിന്നെ എന്തുവാ ചെയ്തേ, അതൊന്ന് തിള വന്നതിന് മുമ്പ് തന്നെ ഒരു മൂവാണ്ട മാങ്ങയുടെ പകുതിയാണ് ഇട്ടത്. ഒരുപാട് പുളി പാടില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കറിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മാങ്ങയുടെ പകുതി ഇട്ടു. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഈ ഒരു മുറി തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്താണ് മിക്സിയിൽ ഒന്ന് അരച്ച പോലെ ആക്കി എടുത്തിട്ട് അത് ശരിക്ക് പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇറക്കിയിട്ട് ഉള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില കാച്ചി അതിനകത്ത് ഒഴിച്ചു. അപ്പോൾ ഉണ്ടല്ലോ ഈ കറി നല്ല ടേസ്റ്റാണ്. എന്ത് രുചിയായിട്ട് തോന്നണം, എനിക്ക് ഭയങ്കര രുചിയായിട്ട് തോന്നുന്നു. അങ്കളത് കുറച്ചെടുത്ത് കൂട്ടി കഴിഞ്ഞപ്പോഴേ തുടങ്ങി പറയുന്നുണ്ട്, നല്ല കറി ഉണ്ടോ, നല്ല കറി ഉണ്ടോ, നല്ല കറി ഉണ്ടോ എന്ന്. ചോറിനാനും കഞ്ഞി വെച്ചാലും വേറെ ഒന്നും വേണ്ട. ചെമ്മീൻ്റെ തല പോയപ്പോൾ തന്നെ രുചിയായി. പണ്ടൊക്കെ ഞങ്ങൾ ചെമ്മീൻ്റെ തലയൊന്നും കളയില്ലായിരുന്നു. ചെമ്മീൻ്റെ തല ഒടിച്ച് മാറ്റി വെച്ച് ചിലപ്പോൾ അത് ചമ്മന്തി അരയ്ക്കും, അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കാകടെ ഇത് വാട്ടി വറുത്തെടുത്ത് അരച്ച് അമ്മിയിലൊക്കെ ഇട്ടല്ലേ അരയ്ക്കണം. അതിൻ്റേതായ ടേസ്റ്റും ഉണ്ട്.
എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കൽച്ചട്ടി മേടിക്കണം എനിക്ക്. കൽച്ചട്ടി ഇവിടെ എങ്ങും കിട്ടാൻ പറ്റില്ല. മണപ്പുറത്ത് പോയാൽ കിട്ടുമത്. കൽച്ചട്ടി ചൂട് കയറാത്തതിന് ബുദ്ധിമുട്ടുണ്ടാവും. ചൂട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ ഇരുന്ന് തിളച്ചോളും. എന്തായാലും കൽച്ചട്ടി വരെ മേടിക്കണം എനിക്ക്. അങ്കമാലിലുണ്ടാവുക വല്ലത്തെ ഇടയിലൊക്കെ കണ്ടായിരുന്നു ആദ്യം. മഞ്ഞപ്പുറം ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കിളികൾ ചരക്കാൻ വന്നില്ലല്ലോ. നമുക്ക് ദൂരെയാ. 10:30 കഴിയുമ്പോഴത്തേന് ഈ വിളപ്പിലേക്ക് തന്നെ. രാവിലെ വന്ന് പോയി. ഇതല്ലേ പാകം. ബാക്കിയുണ്ടാവുമ്പോ പിന്നെ അത് പാടും. അതിനിത്തിരി വളം വെച്ച് മോനട്ടൊന്ന് വെള്ളിയാഴ്ചയാണ് ചാരം ഇട്ടാൽ മതി. ചരണ്ടി കൂട്ടാൻ വഴുതന ചാണപ്പൊടി ഇട്ടാൽ മതി. ചാരം നല്ല ചാരം കൊള്ളില്ല. ചാണപ്പൊടി ഇച്ചിരി ചേട് കൂട്ടിയില്ല. പരുന്ത് വന്നു തുടങ്ങിയിട്ടാ. പരുന്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. 10:30 മാറി ചിറക്കുന്നുണ്ട്. ഇതാണ് അങ്ങേ വശം. അവിടെ കിളികളും ചീവീട് ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രാമീണ അന്തരീക്ഷം. അടുക്കള പാചകം. ചീര എടുത്തതാണ്. ചീരയുടെ വെള്ളം വറ്റി തുടങ്ങി. ഇനി ചക്കക്കുരു ഇടാൻ പാണ്. ചക്കക്കുരു ഇട്ടു. ഇനി അതിനകത്തേക്ക് തേങ്ങ ഇടാൻ പാണ്. തേങ്ങ ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ അടിയിൽ ഉള്ളി ചതച്ചത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതോടെ കൂട്ടി ചതച്ചാണ് ഞാൻ ഇടുന്നത്. ഇളക്കി കൂട്ടാം. അതിനെ
ചീരയും ചക്കക്കുരും ഉലത്തിയത്. അത് ഞാൻ മാറ്റി വെച്ചിട്ട് ചക്ക ഉലത്താൻ വെച്ചേക്കാണ്. അപ്പം ഞാൻ ഈ ചക്ക ഉലത്താൻ വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചക്ക വേവിച്ചെടുത്തത് കുക്കറിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കുരു അടപ്പത്ത് വെച്ചു. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ, അത് കമത്തി വച്ചിട്ട് അതിൻ്റെ മുകളിൽ ചക്ക ഒരു പാത്രത്തിൽ വെച്ചു. ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ഇത് ഇറക്കി വെച്ച് ഇത് വെന്തോ ഇല്ലേന്ന് നോക്കി. അപ്പോൾ ചക്കക്കുരും വെന്തിട്ടുണ്ട്, ചക്കയും വെന്തിട്ടുണ്ട്. അപ്പം പിന്നെ എന്നാൽ ചക്കക്കുരു മറ്റേ ചീരയും കൂടി ഒലത്തിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഉള്ളി മുളക് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടിനും കൂടിയുള്ളത് ഇങ്ങനെ മൂപ്പിച്ചെടുത്തു. അപ്പോൾ ചക്ക ഒലത്താനുള്ളത് ഇങ്ങനെ മാറ്റി, എന്നിട്ട് ചീരയിട്ട് ഒലത്തി അതിനകത്ത് ചക്കക്കുരു ഇട്ടു. അങ്ങനെയാണ് അത് ഒലത്തിയത്. അപ്പോൾ ചക്ക ഒലത്തുന്നത് ആ ഉള്ളി മുളക് മൂപ്പിച്ചത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാടിൻ്റെ ആവശ്യം ഇതിലില്ലല്ലോ. അത് കാരണം ചക്ക ഒലത്തുകയാണ്. ചക്ക ഒലത്തിയതും റെഡിയായി. ഇത് പരിപ്പും തക്കാളിയും കായും ഒക്കെ ഇവിടെ കൂട്ടി തേങ്ങ അരച്ച് ഒരൽപ്പം പുളിയും പിഴിഞ്ഞ് കടുകാച്ചിയ ഒരു കറിയാണത്. ചക്കയുടെ കാലം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുരിങ്ങാക്കായുടെ കാലം വന്നിട്ടുണ്ടെങ്കിൽ, കുമ്പളങ്ങ വെള്ളരിക്ക അതൊക്കെ ഉള്ളപ്പോൾ, അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മളുടെ വീടുകളിലൊക്കെ അതൊക്കെ തന്നെയായിരിക്കും കറി. അപ്പോൾ ഈ കറി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരുവും മാങ്ങയും പിന്നെ എന്താ ചെമ്മീനും കൂടിയാണ് കേട്ടോ. ഇത് നല്ല കറിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കഞ്ഞി രാവിലെ ആയിരുന്നു, അപ്പോൾ കഞ്ഞിക്കായിട്ട് കറി ഉണ്ടാക്കിയത് ഈ കറിയാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഈ കറി. അങ്ങനെ കയ്യിലിട്ട് ഇളക്കി ചീത്തയാവില്ലേ, അപ്പോൾ അത് കാരണം അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ കറി. വളപ്പിൽ പോയി വന്നുകൊണ്ട് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ ചെയ്തത്. ഇപ്പോഴും ഉച്ചയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും പണികളൊക്കെ വളപ്പിൽ പോയി വന്നതിന് ശേഷം ചെയ്തു. ഇത് അരി ചോറ് ഒക്കെയുടെ കൂടി ഞാൻ വെള്ളത്തിലിട്ട് ഒരു പിഞ്ച് ഈസ്റ്റും ചേർത്ത് വെള്ളത്തിലിട്ടുകൊണ്ട് പോയതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അരച്ച് ഞാൻ വെച്ചേക്കണതാണ്. ഇനി ഇതൊക്കെ വീർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചേക്കും. അപ്പോൾ വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അപ്പോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ചിക്കൻ കറി സ്ഥിരമായും ഉണ്ടാകും. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഞങ്ങൾ ചിക്കൻ കറി എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അപ്പം ചുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണ ക്രമീകരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ വളപ്പിലെ കുറേ കാര്യങ്ങളുണ്ട്.